ഹലോ, ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് 200 ഗ്രാം ചിക്കൻ ക്യൂബ്സ് എടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അരമണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഓവർനൈറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനിലുള്ള വെള്ളം തന്നെ മതിയാകും ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. അതിനുശേഷം ആവശ്യമുള്ള വെജിറ്റബിൾസ് എടുക്കാം. നന്നായി ബോയിൽ ചെയ്ത വെള്ളം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ബ്രോക്കോളി ചേർത്ത് കറക്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം ഊറ്റിയെടുക്കാം. ഇനി സാലഡ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകിൽ ഒലിവ് ഓയിൽ ചേർക്കാം. ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി നന്നായി വഴന്നു കഴിഞ്ഞാൽ വേവിനനുസരിച്ചിട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് വെന്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് റാഡിഷും ഒക്കെ ചേർത്ത് കൊടുക്കാം. റാഡിഷ് ചേർക്കുകയാണെങ്കിൽ ക്യാരറ്റിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ബ്ലാൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രോക്കോളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് വെന്ത് പോകണ്ട, ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണല്ലോ നല്ലത്. ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതല്ലാതെ ഒരു ഡ്രസ്സിങ് തയ്യാറാക്കി അതിനോടൊപ്പം മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഡ്രസ്സിങ് തയ്യാറാക്കാനായിട്ട് ഏകദേശം 1/4 കപ്പോളം യോഗേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വെളുത്തുള്ളി അല്ലി വളരെ ചെറുതായി ചോപ്പ് ചെയ്തതും 1 മുറി നാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാലഡിൻ്റെ മുകളിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രസ്സിങ്ങും കൂടെ തൂകാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിലേക്കും ടേക്ക് കെയർ.